കാലിൻ്റെ 10 വിരലിലും നമ്മളിത് ആ ഒരു ക്രീം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കാലിൽ ഒരു ഫംഗസ് പോലും തൊടില്ല. വെട്ടം വീഴുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഒരു തിളക്കം കണ്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കാലിലാണ് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം ഇരിക്കുന്നത്. അപ്പം എങ്ങനെ നമുക്ക് കാല് നമുക്ക് വൃത്തിയാക്കി എടുക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ കാല് മുക്കി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. നമ്മുടെ നാരങ്ങയുണ്ട്, കുറച്ച് ഉപ്പ് വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാണോ ആ പേസ്റ്റ് വേണം, പിന്നെ ഏതെങ്കിലും ഒരു ഷാമ്പു വേണം. ഈ ഉപ്പ് നമ്മുടെ ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ഈ ചൂടുവെള്ളത്തിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നാരങ്ങ നമ്മുടെ ഈ വെള്ളത്തിനകത്തേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിക്കണം. നമ്മുടെ ഈ ഷാമ്പുവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എത്രത്തോളം മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നല്ലപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കാല് നമുക്ക് പുറത്തേക്ക് എടുക്കാമേ. നമ്മൾ കുറച്ച് പേസ്റ്റ് എടുത്ത് നമ്മുടെ ബ്രഷിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. നഖത്തിനകത്തേക്ക് നമുക്ക് നല്ലപോലെ അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ കാല് മാത്രമല്ല മറ്റേ കാലും ആ വെള്ളത്തിനകത്തേക്ക് നമുക്കൊന്ന് മുക്കി വെക്കാം. ആ ഒരു കുഴമ്പ് മുഴുവൻ നമുക്ക് നല്ലപോലെ ഇതുപോലെ തേച്ചൊരച്ച് ഇളക്കി കളയാം. തണുത്ത വെള്ളത്തിലേക്ക് നമ്മുടെ കാല് കഴുകുക എന്നുള്ളതാണ്. ഞാൻ പൈപ്പ് വെള്ളത്തിൽ തന്നെ ഞാൻ കഴുകാം കേട്ടോ. നമ്മൾ ആഴ്ചയിലൊരു 2 വട്ടം കൃത്യമായിട്ട് 1 മാസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിലുണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾ മുഴുവൻ, ഫംഗസ് രോഗമാണെങ്കിലും ഇനി അതല്ല ഏത് അഴുക്ക് നിറഞ്ഞിരിക്കുന്ന രോഗമാണെങ്കിലും പ്രശ്നമാണെങ്കിലും എല്ലാം, ചിലരുടെ കാലിങ്ങനെ പൊരിഞ്ഞിളകി ഒലിക്കില്ലേ, ആ ഒരു പ്രശ്നങ്ങൾ മുഴുവൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വെട്ടം വീഴുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഒരു തിളക്കം കണ്ടോ.